ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയനുസരിച്ച് പറയുകയാണെങ്കിൽ ഇത് 13ാമത്തെ വർഷമാണ് ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിൽ പാടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തിലുള്ളത്. എനിക്ക് പാടാൻ ഡേറ്റ് കിട്ടിയിരിക്കുന്നത് 24-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ് കിട്ടിയിരുന്നത്. പക്ഷേ 22-ന് ഞങ്ങൾ പോകും. 22-ാം തീയതി തന്നെ പാടാൻ ശ്രമിക്കും. എന്നിട്ട് 2 ദിവസം അവിടെ താമസിച്ചിട്ട് 24-ന് ഇങ്ങോട്ട് വരുള്ളൂ. അപ്പം അങ്ങനെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 13 വർഷമായിട്ട് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ചെമ്പൈ സംഗീതോത്സവത്തിന് പാടാൻ അവസരം ആ ഗുരുവായൂരപ്പൻ നമ്മുടെ കണ്ണൻ തരുന്നുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ എനിക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന കീർത്തനം ഇന്ത കണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിൽഹരി രാഗത്തിലുള്ളൊരു കീർത്തനമാണ്. എന്തായാലും പാടാൻ വെയിറ്റിംഗ് ആണ്. ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ വെയിറ്റിംഗ് ആണ് പാട്ട് കീർത്തനങ്ങൾ. അപ്പോൾ ഇന്ന് മുതലാണല്ലോ തുടങ്ങുന്നത്, ചെമ്പൈ സംഗീതോത്സവം ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, പാടുന്ന എല്ലാവർക്കും എനിക്കും നന്നായിട്ട് തന്നെ പാടാൻ സാധിക്കട്ടെ. ഗുരുവായൂരപ്പൻ അതിന് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇതുപോലുള്ള അവസരങ്ങൾ ചെമ്പൈ സംഗീതോത്സവത്തിൽ ഇനിയും കിട്ടട്ടെ ഭഗവാന്റെ കാരുണ്യത്താൽ. അപ്പം ഞങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്നറിയോ? ഒന്ന് ഞാൻ, പിന്നെ അമ്മ, അച്ഛൻ, പിന്നെ എൻ്റെ ചേച്ചിമാർ 2 ആളുണ്ട്, പിന്നെ ഒരു ചേച്ചീൻ്റെ ഭർത്താവുണ്ട്, പിന്നെ അവരുടെ മക്കളുണ്ട്, 2 മക്കൾ, പിന്നെ വീട്ടിനടുത്തുള്ള ഞാനെപ്പോഴും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്ന ഗോപാലകൃഷ്ണൻ അച്ചാച്ചനും അതുപോലെ കാർത്തിയായനി അമ്മമ്മയും, പിന്നെ വേറൊരു അമ്മമ്മ കൂടെ ഉണ്ട്, പാറു എന്നാണ് പേര്, പാറു അമ്മമ്മ, പിന്നെ സുധി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏട്ടനുണ്ട്, ആ സുധി ഏട്ടനും. അപ്പോൾ ഞങ്ങൾ 13 ആളല്ലേ, 13 ആളാണ് പോകുന്നത് ഗുരുവായൂരേക്ക്. 22-ാം തീയതി ഇവിടുന്ന് ഞങ്ങൾ യാത്ര ആരംഭിക്കും, 22 ശനിയാഴ്ച. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷത്തിലാണുള്ളത്. എന്നേക്കാളും സന്തോഷത്തിലാണ് ആരുള്ളത് എന്നറിയോ? നമ്മുടെ ഗോപാലകൃഷ്ണൻ അച്ചാച്ചനും ബാവ അമ്മമ്മയും. ബാവ എന്നാണ് ഒരു നിക് നെയിം അറിയില്ലേ നമ്മൾ, ബാവ എന്നാണ് ആ അമ്മമ്മയുടെ. കാർത്തിയായനി എന്നാണ് ശരിക്കുള്ള പേര്, പക്ഷേ നിക് നെയിം എന്ന് പറയുമ്പോൾ ബാവ എന്നാണ്. അപ്പോൾ ബാവ അമ്മമ്മയും ഇവർ 2 ആളാണ് കൂടുതൽ സന്തോഷം. കാരണം അവർക്ക് ഗുരുവായൂരപ്പനെ കാണാമെന്ന് പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം വേറെ ഇല്ല. എപ്പോഴും ഗുരുവായൂരിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാർ പിന്നെ പോകുന്നതെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എന്തായിരിക്കും നമുക്ക് പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ അവിടത്തേക്ക് പോവുക. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം. വണ്ടിയിലാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് നിങ്ങൾക്ക് ഞാൻ കുറേ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടല്ലോ, അച്ഛൻ്റെ അമ്മമ്മേനെയും, പിന്നെ വീടും പരിസരവും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെ, ഇവിടുന്ന് ഒരു 5 മിനിറ്റ് വണ്ടി പോകുമ്പോൾ 5 മിനിറ്റേ ഉള്ളൂ, 5 മിനിറ്റും വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അവിടത്തേക്ക് പോകാം. അപ്പം നമ്മൾ ഗോപാലച്ചാച്ചൻ്റെ വീട്ടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ സ്വീകരിക്കാൻ കണ്ണൻ്റെ പശുക്കുട്ടിയുണ്ട് മുന്നിൽ തന്നെ നിന്നിന് വഴി മുടക്കിയിട്ട്, സുന്ദരക്കുട്ടി. അപ്പോൾ നമുക്ക് ഗോപാലച്ചാച്ചൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി ഗോപാലച്ചാച്ചനെ കണ്ടിട്ട് വരാം അല്ലേ. ഇത് വഴിയിൽ നിന്ന് മാറുന്നില്ല, നമുക്ക് ഇതിനെ വഴിയിൽ നിന്ന് മാറ്റിയിട്ട് ഗോപാലച്ചാച്ചൻ്റെ അടുത്ത് പോവാം. പൈക്കിടാവേ. അപ്പം നമ്മൾ അപ്പം അങ്ങനെ നമുക്ക് ഗോപുവിൻ്റെ അടുത്ത് പോവാം അല്ലേ. ഒന്നുകൂടെ നമുക്ക് ഗോപുവിൻ്റെ അടുത്തേക്ക് പോവാം. ഇവിടെ ആരും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ആരോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ കാണുന്നില്ല. നമ്മളിപ്പോ ഗുരുവായൂർ പോന്നേ എപ്പാന്ന് പറ. 22-ാം തീയതി. ഇന്ന് 17. എത്ര ദിവസം ഉണ്ട്? 17, 18,
19 17 3 20 ആ 20 22 3 2 5 ദിവസം കൂടി ഒരാഴ്ച ഇല്ല 5 ദിവസം ആ 5-ാമത്തെ ദിവസം പോകുമ്പോഴല്ലേ ആ സന്തോഷല്ലേ ഗുരുവായൂർ പോകുന്നതിനേതാ സന്തോഷം ആ പിന്നെ ഗുരുവായൂർ എത്ര പോയതാടോ ആ കണ്ണന്റെ അടുത്ത് നിൽക്കാനല്ലേ ഇഷ്ടം കൂടുതല് കണ്ണടുത്ത് നിൽക്കുന്ന ഇഷ്ടമാണ് കണ്ണൻ ഇവിടെ ഉണ്ട് എൻ്റെ അടുത്തുണ്ട് കണ്ണൻ അതുകൊണ്ട് ആ കണ്ണൻ എല്ലായിടത്തും ഉണ്ട് കണ്ണൻ എല്ലായിടത്തും ഉള്ള ആളാ ആ സർവ്വവ്യാപിയാണ് ആ എന്താ വേറെ പറയാനുള്ളേ വേറെ എന്തോരം ഇപ്പോൾ നിങ്ങൾ ആടെ പോയ എന്നാ ചെയ്യാ ആടെ പോയ എന്നാ ചെയ്യാ പോയപാട് ഷർട്ട് വെച്ച് വെക്കൂ പിന്നെ ഭക്ഷണം എല്ലാം കഴിക്കും ഭഗവാന്റെ പ്രസാദം അതിന്റെ കുളിച്ച് ഭഗവാൻ ഉള്ളിൽ കയറി തൊഴും പിന്നെ പാട്ട് കേൾക്കാനാണ് പിന്നെ പാട്ട് കേൾക്കുക നാരായണീയം കേൾക്കണം നാരായണീയം കേൾക്കണം നാരായണീയം കേട്ടിട്ട് പറ നിങ്ങളെ കൊണ്ട് ഞാൻ പറയക്ക് പറഞ്ഞോ നാരായണീയം കേൾക്കുന്ന ഇഷ്ടാ അതെ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അതെ ഗുരുവായൂർ പോകുന്നതിന് ഇഷ്ടാണോ അല്ലയോ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കാണും അല്ലേ ചെമ്പയില് സംഗീതല്ലേ അത് ഗുരു അമ്പലത്തിൽ ഞാൻ ആദ്യം പാടില്ല അന്നേരം മൂപ്പർ ഒറ്റക്കേ ഉള്ളൂ പിന്നെ അത് ഇപ്പൊ എന്താ ഇപ്പൊ അമ്പകിൽ ഒരുപാട് ആൾ വന്ന് പാടുന്നില്ല എത്ര ദിവസം അപ്പൊ പുറത്ത് സൗകര്യമില്ലാക്കിയിട്ട് ചിരിക്കൂല ബാവാ ദിസ് ഈസ് കാർത്തിയായനി എന്താ കാർത്തിയായനിക്ക് ഫോട്ടോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല നീ അടുത്ത ആള് അപ്പൊ ഗൈസ് ഞാനിതാ എൻ്റെ വീട്ടിലെത്തി. ശരിക്കും ഇന്ന് ഗോപാലച്ചൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് നല്ലോണം ഒന്ന് എന്താ തുറന്ന് സംസാരിക്കാനോ ഒന്നും കളിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത് വേറൊരാളുണ്ടേനും, ഞാൻ പറഞ്ഞിട്ടില്ലേ ആരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒരാളുണ്ടേനും വീട്ടിൽ. അപ്പോൾ എനിക്ക് എന്ത് പറ്റിയില്ല, നല്ല രീതിയിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടെ ഇങ്ങനെ സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറയണ്ട നമ്മളെ തനി സ്വഭാവം എടുത്തിട്ട് അവിടെ നല്ല എന്താ ജോലിയായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഭക്ഷണം, ഞാൻ എപ്പോഴും അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതാണ്. പിന്നെ ഇന്ന് വിചാരിച്ചു, പിന്നെ വേറൊരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഇന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു ചോറ്. അപ്പം എന്തായാലും അതൊന്നും ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചില്ലേ ഗോപാലച്ചൻ്റെയും അമ്മമ്മേൻ്റെയും സന്തോഷം, ശരിക്കും അതൊന്നും അല്ല കേട്ടോ സന്തോഷം. എനിക്ക് എന്ത് സന്തോഷമാണെന്നുള്ളത്, എത്ര സന്തോഷം, എത്ര കാര്യമായിട്ടുള്ള സന്തോഷം ഉണ്ടാവുക എന്നുള്ളത് ശരിക്കും അത് ഒരു വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. കണ്ണനെ കാണാൻ പോകുന്നതിൽ കരയും കണ്ണൻ. ഞാൻ പലപ്പോഴും നിങ്ങൾക്ക് വീഡിയോസിൽ കാണിച്ചു തന്നിട്ടുണ്ട്. കണ്ണൻ്റെ പേര് പറയുമ്പോൾ കരച്ചിലാണ്. കണ്ണൻ്റെ പേരുകൾ പറയുമ്പോൾ കരച്ചിലാണ്. എന്താ പറയണ്ടേ, കഥകളിങ്ങനെ പറയാൻ കഥകൾ, ഭഗവാന്റെ കഥകളൊക്കെ പറയാൻ ഭയങ്കര 100 നാവാ. അപ്പോൾ അതൊന്നും ശരിക്കും ഒന്നും പുറത്തെടുത്തിട്ടില്ല അവർ ഇന്നത്തെ വീഡിയോയിൽ. എന്തായാലും എന്നിരുന്നാലും ഞാനിന്ന് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ള നിലയ്ക്ക് അതിനുള്ളത്. വേറെ ആളുള്ളതുകൊണ്ട് ഞാനങ്ങനെ എടുക്കണോ വേണ്ടോ എന്നുള്ള രീതിയിലുള്ള. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പോയതും, അതും കൂടെ വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ എടുക്കാണ്ട് ഇങ്ങനെയാണ് നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് എടുത്തത്. എന്തായാലും അങ്ങനെ അതങ്ങ് അവസാനിച്ചു. ഇനിയിപ്പോൾ എന്തായാലും പോകുന്നതിൻ്റെ ഈ ശനിയാഴ്ചയാണ് പോവുക ഗുരുവായൂർ. അപ്പോൾ ശനിയാഴ്ച പോകുന്നതിൻ്റെ മുന്നേ ഞാൻ എന്തായാലും ഒരു ദിവസം കൂടെ അവിടെ പോകുന്നുണ്ട്. അന്നേരം നോക്കട്ടെ, വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഇത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക.
പിന്നെ ഗുരുവായൂർ പോകുന്നുള്ള കാര്യങ്ങളൊക്കെ, ഗുരുവായൂർ പോകുമ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഞാനായിട്ട് ഇപ്പോൾ സംസാരിച്ച വീഡിയോ ആട്ടോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കാരണം എനിക്ക് മൈക്കില്ല. ഞാൻ സാധാരണ വോയിസിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും ഞാൻ ഈ പറയുന്നതിൽ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം, വീഡിയോസ് കാണണം. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ. ഹരേ കൃഷ്ണ, ജയ ശ്രീ, രാധേ രാധേ.